ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് ഗ്രേറ്റ്. അപ്പോൾ ഇന്ന് ഞാൻ മറ്റൊരു സാറ്റർഡേ ഡോക്യുമെൻ്റ് ചെയ്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓൾമോസ്റ്റ് ഒരു മാസത്തിന് മുമ്പുള്ള ഒരു സാറ്റർഡേ ആണിത്. അങ്ങനെ പറയാൻ കാരണം പുതിയ സാറ്റർഡേകളിൽ, അതായത് ഈ അടുത്തിടയ്ക്കായിട്ട് ഞങ്ങൾ കുറച്ച് റൊട്ടീൻ ചേഞ്ചസ് ഒക്കെ വരുത്തി നോക്കുന്നുണ്ട്. എസ്പെഷ്യലി വീക്കെൻഡ്സ് കുറച്ച് ലേറ്റായിട്ട് എണീക്കുന്ന ആ ഒരു രീതി ഒന്ന് മാറ്റിയെടുക്കുക എന്നത് തന്നെയാണ് പ്രൈമറി ഉദ്ദേശം. ഏറെക്കുറെ ഞങ്ങളതിൽ സക്സസ് ആണ്. അപ്പോൾ പുതിയ വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം രാവിലെ എണീറ്റ് ഒന്ന് ഫ്രഷൊക്കെ ആയി നൈറ്റിലിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് മൊത്തത്തിലൊന്ന് മൂഡ് അപ്പാക്കി നമുക്ക് ദിവസം തുടങ്ങാമെന്ന് വിചാരിച്ചു. എല്ലാ ദിവസവും ഇല്ലെങ്കിലും മിക്ക ദിവസങ്ങളിലും ഒരു മോർണിംഗ് മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ ഇട്ട് ഒന്ന് ഭംഗിയായി നിൽക്കാറുണ്ട്. പക്ഷേ അത് വളരെ കുറച്ച് ദിവസങ്ങളാണ് ഈ സമയങ്ങളിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ട്. രാവിലെ നേരെ എണീറ്റ് ഇപ്പോൾ പോന്നേക്കുന്നത് അടുക്കളയിലേക്ക് തന്നെയാണ്. രാവിലെ ഒരു ചെറിയ ചൂടുവെള്ളം കുടിക്കുന്ന ഒരു ശീലമുണ്ട്. കുറച്ച് ജീരകവും ഉലുവയും ചിലപ്പോഴൊക്കെ മഞ്ഞൾപ്പൊടിയും അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കുരുമുളകും കൂടെ ഒക്കെ ഇട്ട് തിളപ്പിച്ച് ചൂടുവെള്ളം പതുക്കെ ഇരുന്ന് കുടിക്കും രാവിലെ. അന്നത്തെ ദിവസം ചെയ്യാനുള്ള കാര്യങ്ങളും സമയവും ഒക്കെ നോക്കിയിട്ടാണ് ഇരുന്ന് കുടിക്കണോ നിന്ന് കുടിക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഇന്നെന്തായാലും ഒരു വീക്കെൻഡ് ആയതുകൊണ്ട് ഇരുന്നൊക്കെ കുടിക്കാനുള്ള സൗകര്യം, സാവകാശവും സമയമൊക്കെ ഉണ്ട്. നിങ്ങളൊക്കെ രാവിലെ നേരെ ചായ കുടിക്കുന്ന രീതിയാണോ, അതോ ഇനി ചായ കുടിക്കാറില്ലയോ? എന്നെപ്പോലെ എന്തെങ്കിലും വെറും ചൂടുവെള്ളമൊക്കെ കുടിക്കുവാണോ? എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെയൊക്കെ റൊട്ടീൻ പോകുന്നത്? എന്തായാലും എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു ശീലം ഉണ്ടാകുമല്ലോ. അതോ ഇനി പുതിയ ശീലങ്ങൾ തുടങ്ങാം അങ്ങനെയൊക്കെയുള്ളൊരു പ്ലാനിലാണോ ഇരിക്കുന്നത്? അങ്ങനെ പറയാൻ കാരണം ഓൾമോസ്റ്റ് നമ്മൾ അടുത്ത വർഷത്തിലേക്ക് എത്താറായി. ഇനി ഒരു 4-5 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വർഷം എത്തി. അപ്പോൾ പുതിയ ശീലങ്ങളിലേക്കൊക്കെ മാറണമെങ്കിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി തുടങ്ങാനുള്ള സമയം ഇപ്പോഴല്ലേ. അങ്ങനെ കഥയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ എൻ്റെ ചൂടുവെള്ളം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇന്നലെ രാത്രി കുറച്ച് പരിപ്പ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുക്കറിൽ തന്നെ. അതെന്തിനാണെന്ന് വെച്ചാൽ ഇന്ന് 2-3 കറി ഉണ്ടാക്കി വെക്കാം എന്നുള്ളതാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ സാമ്പാറുണ്ട്, എരിശ്ശേരിയുണ്ട്. ഇതിന് രണ്ടിനും പരിപ്പ് ആവശ്യമാണ്. പിന്നെ എക്സ്ട്രാ പരിപ്പുണ്ടെങ്കിൽ ഞാനത് ഫ്രീസ് ചെയ്ത് വെക്കും. അപ്പോൾ വെള്ളമൊക്കെ അവിടെ ഇരുന്ന് തണുക്കുമ്പോഴത്തേക്കും 2-3 കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം പരിപ്പ് അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട്, പിന്നെ ഈ പരിപ്പ് തൂവി പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ വറ്റൽമുളക് അതിനകത്തോട്ട് ഇടുകയും കുറച്ച് എണ്ണ ഒഴിച്ച് മേലെ തൂവുകയൊക്കെ ചെയ്യാറില്ലേ, അത് ഞാനും ചെയ്യാറുണ്ട്. എനിക്കതുകൊണ്ട് ഇങ്ങനെ പുറത്തോട്ട് തൂവിപ്പോയി നമ്മുടെ ഗ്യാസ് സ്റ്റവ് മോശമായി വൃത്തികേടാകലൊന്നും ഇല്ല ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം. പിന്നെ മാക്സിമം ബെർത്ത് ക്ലീനാക്കി വെക്കാൻ ഞാൻ നോക്കാറുണ്ട്. അന്നേരം ഈ തവിയൊക്കെ എടുത്തു കഴിഞ്ഞ് നേരെ ബെർത്തിലേക്ക് കൊണ്ടുപോയി വെക്കില്ല. ഇങ്ങനൊരു പാത്രമൊക്കെ വെച്ചിട്ടാണ് ഞാൻ ബെർത്തിൽ വെക്കുക. അപ്പോൾ ബെർത്ത് വൃത്തികേടാവുന്ന കുറച്ചൊന്ന് കുറഞ്ഞ് കിട്ടും. പിന്നെ വെള്ളം തണുക്കുന്ന സമയത്ത് ഒന്ന് ബെഡ്ഷീറ്റൊക്കെ കുടഞ്ഞ് വിരിച്ച് പുതപ്പൊക്കെ ഒന്ന് മടക്കി സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഇത് കഴിയുമ്പം തന്നെ ആ റൂം ഒരു വൃത്തിയായിട്ടിരിക്കുന്ന ഒരു ഫീലിംഗ് കിട്ടും. വേറെ എന്തെങ്കിലുമൊക്കെ എലമ്പൊക്കെ കാണും, എന്നാലും ഒരു 90% ആ റൂം വൃത്തിയാണെന്നുള്ളൊരു ഫീലും ഒരു സമാധാനവും കിട്ടും. പൊതുവെ സാറ്റർഡേ ആണ് ബെഡ്ഷീറ്റൊക്കെ അലക്കാറ്. ഈ ആഴ്ച ഞാൻ അതിന് മുമ്പേ ഒന്ന് അലക്കി. എനിക്ക് കുറച്ച് പൊടിയുള്ള പോലെയോ മറ്റോ തോന്നി. പൊടി ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് തുമ്മും. അതുകൊണ്ട് നേരത്തെ അലക്കി. അതുകൊണ്ട് ഇന്ന് മാറ്റുന്നില്ല. പിന്നെ വെള്ളമൊക്കെ പാകത്തിന് ഇപ്പോൾ ചൂട് ആറിയിട്ടുണ്ട്. അപ്പോൾ അതും എടുത്ത് പതുക്കെ സമാധാനത്തിലിരുന്ന് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ബുക്കൊക്കെ എടുത്ത്, ഇപ്പോഴും ഈ സമയത്ത് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ ദ പവർ ഓഫ് സബ്കോൺഷ്യസ് മൈൻഡ് വായിച്ച് തീർന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് അത് തീർന്നു. അടുത്ത ബുക്ക് കയ്യിലെടുത്തിട്ടുണ്ട്. ബെന്യാമിൻ്റെ മഞ്ഞ വെയിൽ മരണങ്ങൾ എന്ന് പറയുന്ന ബുക്കാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലും അതൊന്ന് വായിച്ചൊരു പകുതി മുക്കാൽ ഭാഗം എത്തിയതായിരുന്നു. പക്ഷേ മുമ്പോട്ട് വായിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് എനിക്കത് അത്ര തോന്നിയില്ല. അങ്ങനെ അത് വായിക്കാതിരുന്നു. ഇപ്പം ഞാൻ എന്താ വായിച്ചതെന്നും കൂടെ വീണ്ടും മറന്നുപോയി.
അതുകൊണ്ട് റീസ്റ്റാർട്ട് ചെയ്തേക്കാണ്. ആദ്യം തൊട്ട് വായിച്ചു തുടങ്ങി ഒരു കാൽഭാഗത്തോളം എത്തുന്നേ ഉള്ളൂ. ഇത്തവണയും ആ ബുക്ക് അധികം അങ്ങ് നീങ്ങുന്നില്ല. അങ്ങനെ ബുക്ക് നീങ്ങാത്ത സമയത്ത് ഞാൻ ചെയ്യുന്നത് ഒരേ സമയം 2 ബുക്ക് വായിക്കുക എന്നുള്ളതാണ്. ഒരു ഇൻട്രസ്റ്റിംഗ് ബുക്കും ഒരു ഇത്തിരി ഇൻട്രസ്റ്റ് കുറവുള്ള ബുക്കും. ഞാൻ ബുക്ക് വായിച്ചിരുന്ന സമയത്ത് നമ്മുടെ കുക്കർ വിസിലടിക്കുകയൊക്കെ ചെയ്തായിരുന്നു. ഒരു വിസിലടിച്ചപ്പോൾ തന്നെ അത് ഓഫാക്കി, വിഷ്ണു അത് ഓഫാക്കി തന്നു. ഞാനവിടെ വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നല്ലോ. പിന്നെ ഇനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂട്ടത്തിൽ ഒരു ചായ കുടിക്കാം. വീക്കെൻഡ് ആകുമ്പം ചില ദിവസങ്ങളിൽ തോന്നും ഒന്ന് ചായ കുടിച്ച് കളയാമെന്ന്. അങ്ങനെയുള്ള ദിവസങ്ങളിൽ ചായ കുടിക്കാറുണ്ട്, പക്ഷേ അളവ് കുറച്ചിട്ട്. ചായ ഇരുന്ന് തിളയ്ക്കുന്ന സമയത്ത് ഇന്നലെ രാത്രി കഴുകി വെച്ചിട്ട് പാത്രങ്ങളൊക്കെ ഉണങ്ങിയത് പുറത്തിരിപ്പുണ്ടല്ലോ, അതൊക്കെ എടുത്ത് തിരിച്ച് കബേർഡ്സിൽ അതിൻ്റെ സ്ഥാനത്തൊക്കെ, എന്തായാലും ഈ പാത്രങ്ങളൊക്കെ തന്നെയാണ് വീണ്ടും പുറത്തോട്ട് എടുത്തിടുന്നത്. എന്നാലും ചിലപ്പോൾ ഇതൊക്കെ തിരിച്ചെടുത്ത് കബേർഡ്സിൽ വെച്ച് മൊത്തം നീറ്റായിട്ടിരിക്കുന്നത് കാണുമ്പോഴാണ് നമ്മുടെ സൈക്കോ മൈൻഡിനൊരാശ്വാസം, വീണ്ടും വലിച്ച് പുറത്തിടാൻ വേണ്ടി ഒരു പ്രചോദനം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇന്നത്തെ എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് സാമ്പാർ വെക്കണം, ഒരു എരിശ്ശേരി വെക്കണം, ഒരു മോര് കറി വെക്കണം, പിന്നെ 2 തോരനും കൂടെ വെക്കണം. ക്യാരറ്റും ബീൻസും കൂടി ഒരു തോരനും, പിന്നെ പയർ അതും കൂടെ തോരൻ വെക്കണം. ഇത്രയും കറികൾ വെക്കാനാണ് പ്ലാൻ. അപ്പോൾ ഞാൻ ആദ്യമേ കുറച്ച് ബീൻസൊക്കെ എടുത്ത് മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ട്, ആ സമയം കൊണ്ട് ചായയൊക്കെ അവിടെ ഇരുന്ന് തിളയ്ക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ലൈറ്റല്ല, ഫുഡ് കഴിച്ചാൽ വയറ് നിറയും, പക്ഷേ ഉണ്ടാക്കാൻ വളരെ എളുപ്പമുള്ള നമ്മുടെ ഒരു ബ്രെഡിനകത്ത് മുട്ട വെച്ചിട്ടുള്ള ബ്രെഡ് സാൻഡ്വിച്ച് എന്നൊന്നും പറയാൻ പറ്റില്ല, അല്ല എഗ് സാൻഡ്വിച്ച് എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും നമ്മുടെ രീതിയിലൊരു ചെറിയ എഗ് സാൻഡ്വിച്ച്. ഉപ്പും കുരുമുളകും മാത്രം ഇട്ടിട്ട് മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുത്ത് മാറ്റി വെക്കും. ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നില്ല, പക്ഷേ ഈ മിരുമിരിപ്പുണ്ടല്ലോ, അതായത് ഒരു 5 മിനിറ്റ് ഞാൻ അടുക്കളയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു 10 കാര്യങ്ങൾ ചെയ്ത് സമയം ലാഭിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം. അപ്പം അതിനുവേണ്ടി ആ മുട്ട അടിച്ചങ്ങ് മാറ്റി വെച്ചെന്നേ ഉള്ളൂ. പിന്നെ ഞാൻ കുറച്ച് ഗ്രോസറി പച്ചക്കറികളും തൈരും ഒക്കെ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത്തരം സൗകര്യങ്ങൾ മാക്സിമം ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ വന്നപ്പോൾ ഞാനതെല്ലാം എടുത്ത് അവിടെ നിരത്തി ഒന്ന് ഇട്ട് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എടുത്ത് വെക്കേണ്ടതെന്നൊക്കെ ഇനി നോക്കി ചെയ്യണം. സൈഡിൽ കൂടെ ചായ തിളച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആ അടുപ്പിന് ചൂട് കുറച്ച് കുറവാണ്, അന്നേരം വളരെ പതുക്കെ ചായയൊക്കെ ആകുള്ളൂ. പക്ഷേ ഒരു സ്ലോ കുക്ക് ചെയ്തൊരു എഫക്റ്റ് ഉണ്ടല്ലോ, കറികൾക്കൊക്കെ ആണെങ്കിൽ ആ സ്ലോ കുക്ക് ചെയ്തൊരു എഫക്റ്റ് വരാറുണ്ട് ആ അടുപ്പത്ത് ഉണ്ടാക്കുമ്പോൾ. പിന്നെ ഞാൻ എന്തായാലും ചായക്ക് ഏകദേശം ആവാറായ സ്ഥിതിക്ക് നമ്മുടെ ബ്രെഡ് എഗ് സാൻഡ്വിച്ചും കൂടെ ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ച്. നമ്മളിവിടെ ഈ ട്രൂ ഹെൽത്ത് ഫാക്ടറി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഹോൾ ഗ്രെയിൻ അല്ലെങ്കിൽ ഹോൾ വീറ്റ് ബ്രെഡ് ആണ് ഉപയോഗിക്കാറ്. മൈദ ബ്രെഡ് ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട് മാക്സിമം. ഇതിനിടയിൽ കൂടെ പറ്റുന്നതുപോലെ വിഷ്ണുവിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ വിഷ്ണുവും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ പൊതുവെ ഡിവൈഡ് ചെയ്ത് പറ്റുന്ന കാര്യങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് പോകും. ഞാൻ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന രീതിയാണിത് കേട്ടോ. ആദ്യം ഓംലെറ്റ് പോലെ അത് ആക്കും. ഒരു മുക്കാൽ ഭാഗം വേവാകുമ്പോൾ ടോസ്റ്റ് ചെയ്തതാണ് ഈ ബ്രെഡ് കേട്ടോ. അത് വീഡിയോയിൽ കാണിച്ചില്ലെന്നേ ഉള്ളൂ. ഞാൻ കുറച്ച് ബട്ടർ ഇട്ടിട്ട് ടോസ്റ്റ് ചെയ്ത ബ്രെഡാണിത്. അത് 2 സ്ലൈസ് ഇതിന് മുകളിലോട്ട് വെച്ച് തിരിച്ച് ഇട്ട് പിന്നെ ഈ ബ്രെഡ് അങ്ങോട്ട് മടക്കി മുട്ട ഉള്ളിലാകുന്ന രീതിയിൽ മടക്കി എടുക്കും. പിന്നെ കെച്ചപ്പൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. 2 ക്യൂക്കമ്പർ സ്ലൈസസും ഒരു തക്കാളിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് ഉണ്ടാകും. ഞാൻ ക്യൂക്കമ്പർ വെച്ചിട്ടുണ്ട് അതിനുള്ളിൽ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ ലഞ്ച് പരിപാടിയിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് കാര്യങ്ങളൊക്കെ എളുപ്പമുള്ളതൊക്കെ വിഷ്ണുവിന് അരിയാൻ ഞാൻ വിഷ്ണുവിന് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ കൂടെ ഞാനും കുറച്ച് കാര്യങ്ങളൊക്കെ അരിഞ്ഞ് സാമ്പാറിനുള്ള കഷ്ണങ്ങളും മത്തൻ എരിശ്ശേരി വെക്കാനുള്ള കഷ്ണങ്ങളും പിന്നെ മോരുകറിക്കുള്ള വെള്ളരിക്കയും ഈ 3 ഞാൻ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. എനിക്ക് ഒരേ സമയം കുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ 1-2 കറികൾ ഒരുമിച്ച് കുക്ക് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല. ചിലർക്ക് ഒരു കറി വെക്കുവാണെങ്കിൽ ആ കറി മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. അവർക്ക് ശ്രദ്ധ മറ്റൊന്നിലേക്ക് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. പലർക്കും പല രീതികളാണല്ലോ, അതിലൊന്നിലും തെറ്റില്ല എന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാകും.
പണ്ട് ഞാൻ വിചാരിക്കും ഞാനിത് ചെയ്യുന്നുണ്ടല്ലോ, അവർക്ക് എന്താ അങ്ങനെ ചെയ്യാൻ പറ്റാത്തത് എന്നൊക്കെ ഞാൻ വിചാരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചിപ്പം ബോധം വന്നപ്പോഴാണ് എല്ലാവർക്കും എല്ലാം ഒരുപോലെ ഒന്നും അല്ല ചെയ്യാൻ പറ്റുക. ഓരോ മനുഷ്യർക്കും വ്യത്യസ്തമായ രീതികളും സ്വഭാവങ്ങളും ഒക്കെയാണ്. ഇത് സ്വഭാവത്തിൻ്റെ കാര്യമല്ല, ഇത് ലേഡീസ് എസ്പെഷ്യലി മൾട്ടി ടാസ്കിങ്ങിൽ ക്യാമറ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിനകത്തും ഉണ്ട് എക്സെപ്ഷൻസ്. അപ്പോൾ കുക്കറിലൊക്കെ വെച്ചിരുന്ന സാധനങ്ങൾ അവിടെ ഇരുന്ന് വേവുന്ന സമയത്ത് തോരൻ വെക്കാനുള്ള ബീൻസ് ഞാൻ അരിയുന്നുണ്ട്, പയർ വിഷ്ണു അരിയുന്നുണ്ട്. രണ്ടുപേരും കൂടെ ചെയ്യുമ്പോഴത്തേക്കും വേഗം ഇതൊക്കെ അങ്ങ് തീരും. പിന്നെ പാത്രങ്ങൾ പറ്റുന്ന പോലെ അന്നേരമൊക്കെ കഴുകി അങ്ങ് ഒഴിവാക്കും. അന്നേരം അവസാനം കുക്കിങ് കഴിയുമ്പോഴത്തേക്കും ഒരു കുന്നു പാത്രം അവിടെ കിടക്കുന്ന ആ ഒരു സീൻ പൊതുവെ നമുക്കുണ്ടാവാറില്ല. കുക്കിങ് കഴിയുന്നതോടുകൂടി പാത്രങ്ങൾ കഴുകിയും കഴിഞ്ഞിട്ടുണ്ടാകും. പിന്നെ നേരെ വന്ന് റെസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു സാഹചര്യം. ഞങ്ങൾ കുറേ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് തോരനൊക്കെ ഉള്ളത് അരിഞ്ഞെടുത്തു. അപ്പോഴത്തേക്ക് ഇവിടെ വിസിലടിക്കുന്നതൊക്കെ നമ്മൾ ഓഫാക്കുകയും ഇതൊക്കെ റെഡിയായി കഴിഞ്ഞിരുന്നു. ഇനിയിപ്പോൾ തേങ്ങ അരച്ച് ചേർക്കേണ്ടത് തേങ്ങ അരച്ച് ചേർക്കുകയും മസാല ചേർക്കേണ്ടത് മസാല ചേർക്കുകയും അങ്ങനത്തെ കുറച്ച് പരിപാടികളാണ് ഉള്ളത്. അതിനൊപ്പം തന്നെ നമ്മുടെ തോരൻ ഉണ്ടാക്കാനും തുടങ്ങാമെന്ന് വിചാരിച്ചു. 2 ചീനച്ചട്ടിയാണല്ലോ വേണ്ടത്. 2 ചീനച്ചട്ടിയല്ല, ഞാൻ ആദ്യം ഒരു തോരനെ വെക്കുന്നുള്ളൂ. സെയിം ചീനച്ചട്ടി റിപ്പീറ്റ് ചെയ്തിട്ടാണ് മറ്റേ തോരനും വെക്കാൻ പോകുന്നത്. പിന്നെ എനിക്കൊരു ഇലക്ട്രിക് ചോപ്പറുണ്ട്. അത് വലിയ ഉപകാരമുള്ളൊരു സാധനമാണ്. വളരെ ഈസി ആയിട്ട് ഇതിനകത്ത് മടിയുള്ള ദിവസങ്ങളിൽ ഇപ്പം ഉപ്പുമാവൊക്കെ ഉണ്ടാക്കണമെങ്കിൽ എൻ്റെ സവോളയും ക്യാരറ്റും പച്ചമുളകും ഇഞ്ചിയും എല്ലാം ഒരുമിച്ച് ഈ ചോപ്പറിൽ ഒരുമിച്ച് പോകും. മടിയില്ലാത്ത ദിവസങ്ങളിൽ മാത്രം ഇതെല്ലാം സെപ്പറേറ്റായിട്ട് കൈകൊണ്ടൊക്കെ അരിഞ്ഞ് അതിൻ്റെ വലിപ്പത്തിലും അങ്ങനെ ഇങ്ങനെയൊക്കെ അരിഞ്ഞൊക്കെ വെക്കാറുള്ളൂ. മടി മാത്രമല്ല കേട്ടോ, മടി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സമയമില്ലാത്ത ഒരവസ്ഥയിൽ നിന്നാണ്. വർക്കിൻ്റെ ഇടയ്ക്ക് ചെയ്യേണ്ടി വരും, അങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻസിലാണ് കേട്ടോ. അല്ലാതെ മടിയെന്ന് പറഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കാനുള്ള മടി എനിക്ക് വളരെ കുറച്ചേ ഉണ്ടാവാറുള്ളൂ. എനിക്ക് പൊതുവെ വീട്ടിൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നതിനോടാണ് താല്പര്യം. പുറത്തുനിന്ന് ഭക്ഷണം മേടിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് പല പല ചിന്തകൾ വരും. ഇത് എത്ര ദിവസം മുമ്പുള്ള എണ്ണയായിരിക്കും ഇവർ ഉപയോഗിച്ചിട്ടുണ്ടാകും, ഇവർ ചിലപ്പോൾ ഇനി ഡീപ് ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ച എണ്ണ അരിച്ചെടുത്തിട്ടായിരിക്കുമോ ഇത് കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ വേണ്ടാത്തതും വേണ്ടതുമായ ഒരുപാട് ചിന്തകൾ ഇങ്ങനെ മനസ്സിലോട്ട് വരും. ചിക്കൻ കഴുകിയിട്ടുണ്ടാവുമോ, ചില ചിക്കൻ കറി കഴിക്കുമ്പോൾ എനിക്ക് ഒരു കഴുകാത്തൊരു പച്ച മണം തോന്നാറുണ്ട്. ഇപ്പം ഞാൻ കേട്ടു ഈ ഇടയ്ക്കൊക്കെ ആയിട്ട് ചിക്കൻ കഴുകി ഉപയോഗിക്കരുത്, കഴുകി കഴിയുമ്പം സ്പ്ലാഷ് ചെയ്യുന്ന വെള്ളം അതിനകത്ത് ബാക്ടീരിയ ഉണ്ടാകും, അത് വീണ്ടും കണ്ടാമിനേഷൻ, മൊത്തത്തിൽ സീൻ കോൺട്രയാണ് എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ വളർന്നിട്ടില്ല. ഞാനെന്തായാലും ചിക്കൻ കഴുകി ഉപയോഗിക്കും. കഴുകിയ ഉടനെ തന്നെ ആ ഏരിയ മുഴുവൻ ക്ലീൻ ആക്കുകയും ചെയ്യും. അപ്പം ഞാനെന്താ പറഞ്ഞു വന്നത്, എന്തായാലും തോരൻ അടുപ്പത്ത് കയറിയല്ലേ. സവോളയൊക്കെ വഴറ്റി അത്യാവശ്യം ഒന്ന് വഴറ്റി മൂത്ത് കഴിയുമ്പോഴാണോ ഞാൻ ഈ പച്ചക്കറികൾ അതിനകത്തോട്ട് ചേർക്കുക. പിന്നെ ഇവിടുന്ന് കിട്ടുന്ന ഈ വെജിറ്റബിൾസിലെ വെള്ളമയം കുറച്ച് കുറവായതിൻ്റെ പേരിൽ മാത്രമാണ് ഈ വെള്ളം ഒഴിക്കുന്നത്. സത്യം പറഞ്ഞാൽ തോരൻ ഉണ്ടാക്കുമ്പോൾ വെള്ളം ഒഴിക്കാണ്ട് ഉണ്ടാക്കിയാൽ രുചി കൂടുതലാണ്. ഈ പച്ചക്കറിയിൽ നിന്ന് ചിക്കനിൽ നിന്നൊക്കെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഇറങ്ങി വരുന്ന പോലെ പച്ചക്കറിയിൽ നിന്നും വെള്ളം ഇറങ്ങി വരും. അതിൻ്റെ ആവിയിലൊക്കെ കിടന്ന് വെന്ത് വരുമ്പോൾ ആ തോരന് ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ എൻ്റെ ഫ്രീസറിൽ കുറച്ച് തേങ്ങ കൊത്തെടുത്ത് വെച്ച് ഇരിപ്പുണ്ടായിരുന്നു. ഞങ്ങൾ തായ്ലൻഡിലൊക്കെ പോകുന്ന സമയത്ത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറേ തേങ്ങ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ പോയിട്ട് വരുമ്പോഴത്തേക്കും ചിലപ്പം ഒരാഴ്ച ഉള്ളൂ, എന്നാലും വെയിലത്തൊക്കെ ഇരുന്നിട്ട് ഞങ്ങൾ എടുക്കാതെയൊക്കെ ഇരിക്കുവാണെങ്കിൽ വെള്ളം അതിനകത്ത് വറ്റി പിന്നെ അത് ഉണങ്ങി അതിനകത്തൊരു മണമൊക്കെ വരും. പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന തേങ്ങയല്ലേ, അതൊന്നും കളയാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ച് ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കൊത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കൊത്തെടുത്ത് വെക്കാൻ കാരണം ഒരെണ്ണം ചിരട്ടയിൽ നിന്ന് വിട്ടുപോയി. ആ വിട്ടുപോയതാണ് ഞാൻ ആ കൊത്തെടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ വിഷ്ണു എനിക്ക് കുറച്ച് തേങ്ങ ഇപ്പോൾ ചിരണ്ടി തന്നിട്ടുമുണ്ട്. തേങ്ങയും ജീരകവും കൂടെയാണ് ഞാനിപ്പോൾ ഈ അരയ്ക്കുന്നത്. മോരുകറിക്കും എരിശ്ശേരിക്കും തേങ്ങയും ജീരകവും കൂടെയാണല്ലോ അരച്ച് നമ്മൾ ചേർക്കാറ്. വലിയ ജാറിലെടുത്ത് രണ്ടിനും കൂടെ ഒരുമിച്ച് അരച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഞാൻ ചെറിയ ജാറിൽ 2 തവണയൊക്കെ ആയിട്ടൊക്കെയാണ് അരച്ചത് സെയിം സാധനം. എന്നാലും സാരമില്ല. പിന്നെ സാമ്പാർ വറുത്തരച്ച് വെക്കുന്ന ഒരു രീതി എനിക്ക് കുറവാണ്. എനിക്ക് രണ്ടിനും വലിയധികം ടേസ്റ്റ് വ്യത്യാസം തോന്നാറില്ല. പിന്നെ വറുത്തരച്ച് വെക്കുമ്പം അത്രയും കൂടെ കാലറീസ് നമ്മൾ കഴിക്കണ്ടേ. പിന്നെ നമ്മുടെ മോരുകറിയിലേക്ക് തേങ്ങയും ജീരകവും കൂടെ അരച്ച ആ ഒരു അരപ്പ് ചേർത്തു.
അതിപ്പോൾ അവിടെ നിന്ന് തിളയ്ക്കും. അന്നേരം നമുക്കിനി തൈര് ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ട് ഓൾറെഡി. തൈര് ചേർക്കണം. അത് കഴിഞ്ഞിട്ട് കടുക് ഇപ്പം ഞാൻ കടുക് വറുക്കുന്നത് നമ്മുടെ എരിശ്ശേരിക്കാണ്. എരിശ്ശേരി ഓൾറെഡി തിളച്ച് വന്നായിരുന്നു. അരപ്പ് ചേർത്ത് ജസ്റ്റ് ഒന്ന് തിള വന്നപ്പോഴത്തേക്ക് ഞാൻ എരിശ്ശേരിക്ക് കടുക് വറുത്തിട്ട് കുറച്ച് തേങ്ങയും കൂടെ നമ്മൾ വറുത്ത് ചേർക്കുമല്ലോ, ആ തേങ്ങയും കൂടെ വറുത്തിട്ട് നമ്മൾ എരിശ്ശേരിയിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ എരിശ്ശേരി റെഡി. ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി. ആ എരിശ്ശേരിക്കകത്തോട്ട് ഞാൻ പരിപ്പ് വെന്തത് ഉണ്ടായിരുന്നല്ലോ, അതും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. പരിപ്പ് ഇട്ടിട്ടാണ് മത്തൻ എരിശ്ശേരി ആക്കിയത്. ചിലർ വൻപയർ ഇട്ടിട്ടാക്കുന്നത് എനിക്കറിയാം, ഞാൻ ചെയ്യാറുണ്ട്. പക്ഷേ വൻപയറും മത്തനും കൂടെ ഒക്കെ ആകുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഗ്യാസ് കയറുന്ന പോലത്തെ ഒരു ഫീല്. ഞാനിങ്ങനെ വെളുത്തുള്ളിയൊന്നും ചേർക്കാറില്ല ഇതിൽ. എരിശ്ശേരിയിൽ വെളുത്തുള്ളി ചേർക്കാറുണ്ടോ മറ്റുള്ളവരൊന്നും എനിക്കറിയില്ല. ഓരോ നാട്ടിൽ ഓരോ രീതിയിലൊക്കെ ആയിരിക്കുമല്ലോ, ചേർക്കാറുണ്ടായിരിക്കും ചിലയിടത്തല്ലേ. നമ്മുടെ അരപ്പ് തിളച്ച് വന്നു മോര് കറിക്ക് ഉണ്ടായിരുന്നത്. അന്നേരം തൈര് ഒഴിച്ചു. അടുപ്പ് ഓഫാക്കിയിട്ടാണ് തൈര് ഒഴിക്കുക, അല്ലെങ്കിൽ അതെല്ലാം കൂടെ പിരിഞ്ഞ് നാശമാകും. ആ സമയം കൊണ്ട് നമ്മുടെ തേങ്ങ വറുത്തതെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ എരിശ്ശേരിയിലേക്ക് ചേർത്ത് ഇനി സെയിം പാനിൽ തന്നെ നമുക്ക് ഒന്നും കൂടെ കടുകും ഉലുവയെല്ലാം കൂടെ വറുത്തെടുത്ത മോര് കറിയിലേക്കും ഇടാം. അതാ ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഈ ഉലുവ അധികം മൂത്ത് പോയാൽ, അതായത് കരിഞ്ഞു പോകുന്ന പോലെ വന്നു കഴിയുമ്പോഴത്തേക്കും ഈ മോര് കറിയുടെ മൊത്തം ടേസ്റ്റ് മാറിപ്പോകും. ഉലുവയ്ക്കൊരു പാകം മൂത്ത് വരേണ്ട കണക്കുണ്ട്. അമ്മ എപ്പോഴും പറയും. എനിക്കത്ര ശരിയാവാറുണ്ടോയെന്ന് അറിയത്തില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ലത് തന്നെയാണ് എൻ്റെ മോര് കറി. എൻ്റെ മോര് കറിക്ക് കുറച്ചധികം ഫാൻസൊക്കെ ഉണ്ട്. എനിക്കത് കേൾക്കുമ്പം നല്ല സന്തോഷമാണ്. അങ്ങനെ ആരെങ്കിലും എന്നെ ഒന്ന് പുകഴ്ത്തി കഴിഞ്ഞാൽ ഞാൻ എന്തായാലും അവർക്കത് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. എന്നും പറഞ്ഞ് ആത്മാർത്ഥതയില്ലാതെ വെറുതെ പുകഴ്ത്തി പറയലാണോ? അങ്ങനെയാണെങ്കിൽ ഇല്ല കേട്ടോ, ജെന്യുവനായിട്ട് പറയണം, അതെനിക്ക് ഫീൽ ചെയ്യണം. അങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ മോര് കറിയും കടുക് താളിച്ചൊഴിച്ച് കഴിഞ്ഞു. നമ്മുടെ ഈ തോരനും ഈ സമയം കൊണ്ട് വെന്ത് കിട്ടി. പിന്നെ തേങ്ങ ഇങ്ങനെ കുറച്ചധികം ചിരകി ബോക്സിൽ ആക്കി വെച്ച് തന്നതുകൊണ്ട് ആവശ്യത്തിന് തേങ്ങയൊക്കെ എടുത്ത് ഇതിനകത്തൊട്ടിട്ട് കഴിഞ്ഞാൽ തോരനൊക്കെ വേഗം റെഡിയായി കിട്ടും. ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുക്കിംഗ് വളരെ ഈസിയാണ്. പിന്നെ നമ്മുടെ വാട്ടർ പ്യൂരിഫയറിൽ നിന്നൊരു സൗണ്ട് വരുന്നുണ്ടായിരുന്നു കുറച്ച് ദിവസമായിട്ട്. അത് നോക്കാൻ വേണ്ടിയിട്ട് ഒരാളെ ടെക്നീഷ്യനെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അയാൾ വന്നായിരുന്നു, ചെക്ക് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. ഈ സമയം കൊണ്ട് എൻ്റെ കറികളൊക്കെ ആയി, സാമ്പാറൊക്കെ ആയി. ഇതൊന്നും ഞാൻ എല്ലാമൊക്കെ വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഈ വീഡിയോ ഇന്നൊന്നും തീരില്ലാത്ത അത്ര ഉണ്ടാവുമല്ലോ ഓരോ ദിവസവും നടക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും 1 മണി 1:30 എന്തോ സമയമായി. ഇന്ന് ലഞ്ച് കുറച്ച് ലേറ്റാണ്. ഒരു 1 മണിയാകുമ്പോഴത്തേക്കൊക്കെ വിശക്കുന്നതാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്തോ ഒരു ചെറിയ സ്നാക്സ് കഴിച്ചെന്ന് തോന്നുന്നു, അതുകൊണ്ട് അത്ര വലിയ വിശക്കാണ്ടിരുന്നത്. പിന്നെ ഇന്ന് നോൺ വെജ് ഒന്നും ഞാൻ സൈഡിൽ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ട് വിഷ്ണു നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് കബാബ് മേടിച്ചു. പൊതുവെ എനിക്ക് ഇവിടുത്തെ കബാബുകളൊന്നും ഇഷ്ടമല്ല, പക്ഷേ ഈ ഷോപ്പിലെ കബാബ് പിന്നെയും ഞാൻ ചെറിയ 2 പീസൊക്കെ ചിലപ്പോൾ കഴിക്കും. നമ്മുടെ ഈ വെളിച്ചെണ്ണയല്ലാത്ത മറ്റ് എണ്ണകളുടെ ഫ്ലേവർ മുൻപോട്ട് നിൽക്കുമ്പോൾ എനിക്കതൊരു ബുദ്ധിമുട്ടാണ്. സൺഫ്ലവർ ഓയിലിന് വലിയ ഫ്ലേവർ ഇല്ല എന്ന് പറയുന്നത്, എന്നാലും എനിക്കതൊരു ചെറിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാനിന്ന് കുക്ക് ചെയ്തത്. 2 പാത്രത്തിലായിട്ട് മോര് കറി, എരിശ്ശേരി, തോരനുകൾ, പിന്നെ സാമ്പാറൊക്കെ ഓരോ പാത്രത്തിലാക്കി ഞാൻ വെച്ചു. ഇത് ഫ്രീസറിൽ പോകുന്നത് ഫ്രീസറിലും ഫ്രിഡ്ജിൽ പോകുന്നത് ഫ്രിഡ്ജിലൊക്കെ പോകും. അതെല്ലാം കഴിഞ്ഞ് പുറത്തും അകത്തും ഒക്കെ ആയിട്ട് കുറേ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. കിച്ചണൊക്കെ ക്ലീനായി. അത് കാണുമ്പോൾ ഒരു സമാധാനമാണ്. നേരത്തെ കുളിക്കണം എന്നൊക്കെ വിചാരിച്ചാൽ, പക്ഷേ കുക്കിങ് കഴിഞ്ഞപ്പോൾ ലേറ്റായി. പിന്നെ വിശന്നു, ലഞ്ചൊക്കെ കഴിഞ്ഞു. ഇപ്പോഴാണ് ഇനി കുളി. ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ടാകുമായിരിക്കും. ഒരു വിസ്തരിച്ച് കുളിയാകാം എന്ന് വിചാരിച്ചിട്ട് തലയിൽ കുറച്ച് എണ്ണയൊക്കെ തേച്ച് പിടിപ്പിക്കാം. ഒരു 10-20 മിനിറ്റ് എണ്ണയൊക്കെ തേച്ച് ഒന്ന് സ്വന്തമായിട്ട് മസാജൊക്കെ ചെയ്താലും മതി. മുടി വല്ലാണ്ട് പൊഴിയുന്നുണ്ട്. ഇവിടുത്തെ വെള്ളവും പിന്നെ നമ്മുടെ ജോലിയും ലൈഫ് സ്റ്റൈലും ആരോഗ്യ പ്രശ്നങ്ങളും എല്ലാം കാരണം മുടിയെല്ലാം നന്നായിട്ട് പൊഴിയുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് തോന്നുന്ന ദിവസങ്ങളിൽ നമ്മളങ്ങ് വൻ കെയർ കൊടുക്കും. ചില ദിവസങ്ങളിൽ ആ വഴിക്കേ നോക്കില്ല. പിന്നെ എനിക്ക് വീട്ടിൽ അടിച്ചു വാരി തുടയ്ക്കാൻ ഒരു ചേച്ചി വന്ന് സഹായിക്കാറുണ്ട്. അപ്പോൾ അവർ ഏകദേശം ഈ സമയമാകുമ്പോഴൊക്കെയാണ് വരാറ്. അവരുടെ മകളും വന്നിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന്. പഠിക്കുകയാണ് കുട്ടി. അപ്പോൾ വെക്കേഷനായ സമയത്ത് ഇവിടെ അമ്മയുടെ അടുത്ത് വന്നതാണ്.
അപ്പം മിക്ക ദിവസവും അവർ രണ്ടുപേരും കൂടെയാണ് വരാറ്. ഞാനങ്ങനെ എണ്ണയൊക്കെ തേച്ച് പിടിപ്പിച്ച് ടി വിയിലെന്നെ ഏതെങ്കിലും സിനിമ കുറച്ച് നേരം ഇരുന്ന് കാണാമെന്ന് വിചാരിച്ച് ഏത് സിനിമയായിരുന്നു ഇത്, എന്തായാലും ഇത് മുഴുവൻ കണ്ടിട്ടൊന്നുമില്ല. ആദ്യം ഇത്രയും മാത്രമേ കണ്ടിട്ടുള്ളൂ തോന്നുന്നു, മാറ്റി അപ്പോഴത്തേക്ക്. പിന്നെ ചായ കുടിക്കാനുള്ള സമയം ഒരു 3:30 പൊതുവെ 4 മണിയൊക്കെയാണ് സമയം. എന്നാലും ഒരു ചായ കുടിച്ചേക്കാമെന്ന് വിചാരിച്ചു. നല്ലൊരു സ്ട്രോങ് ചായയൊക്കെ ഉണ്ടാക്കി. എനിക്കും വിഷ്ണുവിനും നല്ല കടുപ്പമുള്ള ചായയാണ് ഇഷ്ടം. പണ്ട് ഞാൻ പാല് പോലത്തെ ചായയാണ് കുടിച്ചുകൊണ്ടിരുന്നത്. കാലം മാറി, ശീലം മാറി. ഇപ്പോൾ സ്ട്രോങ്ങും ഡബിൾ സ്ട്രോങ്ങും ഒക്കെ ആയിട്ടുണ്ട്. പക്ഷേ മധുരം, പണ്ട് പായസം പോലെ ചായ കുടിച്ചുകൊണ്ടിരുന്ന എനിക്ക് ഇപ്പം അധികം മധുരത്തിൽ ചായ കുടിക്കാൻ പറ്റില്ല. മധുരം ഒഴിവാക്കി അധികം മധുരമാകുമ്പോഴത്തേക്ക് ഒരു അല്പം ബുദ്ധിമുട്ടുണ്ട്. ചായ കുടിയെല്ലാം കഴിഞ്ഞ് നേരെ കുളിക്കാൻ പോയി. നല്ല വിസ്തരിച്ച് ഏകദേശം ഒരു മണിക്കൂർ എടുത്തിട്ടാണെന്ന് തോന്നുന്നു ഞാൻ ഈ കുളി കഴിഞ്ഞ് വന്നത്. കുളി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ക്ഷീണിച്ചു പോയി, അത്രയും നേരം മെനക്കെട്ട് കുളിച്ചതിൻ്റെ. പിന്നെ വീണ്ടും മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്യുമല്ലോ കുളിയെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ. കുളി കഴിഞ്ഞ് വരുമ്പോൾ മിക്കവാറും തന്നെ ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാറുണ്ട്. അതൊരു ഹാബിറ്റായി മാറിയെന്ന് തോന്നുന്നു. പിന്നെ ഇന്ന് വൈകിട്ട് ഇവിടെ നമ്മുടെ ഫ്ലാറ്റിൽ എല്ലാവരും കൂടെ തിരുവാതിര പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ. കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞു തോന്നുന്നു. അപ്പോൾ അതിനൊക്കെ പോകണം. അതിനു മുമ്പ് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു, അപ്ലോഡ് ചെയ്യാനുണ്ടായിരുന്നു. കുറേ എഡിറ്റ് ചെയ്ത് വെച്ച് കഴിയുമ്പം പിന്നെ വോയിസ് ഓവർ കൊടുക്കാനുള്ള മടി. അങ്ങനെ ഇന്ന് വോയിസ് ഓവറൊക്കെ കൊടുത്ത് 2-3 വീഡിയോ ഷോർട്സും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്ത് വെച്ചു. രാവിലെ ഇളക്കിയിട്ട് തുണി ഇത്രയും നേരമായിട്ടും വിരിച്ചിട്ടില്ല. വൈകിട്ടായി ഇതൊന്ന് വിരിച്ചിടാം. ഞാൻ വിളിച്ച് എന്തായാലും മുകളിൽ കൊണ്ടുപോയിട്ട് ടെറസിൽ കൊണ്ടുപോയിട്ട് വിരിച്ചിടാം. കുറച്ചധികം തുണിയുണ്ട്. 2 തവണയായിട്ടോ മറ്റോ അലക്കിയിട്ടുണ്ടായിരുന്നു തുണി. നല്ല തുണിയും വീട്ടിലിടുന്ന തുണിയൊക്കെ കൂടെ സെപ്പറേറ്റ് അലക്കുമ്പോൾ കുറച്ചധികം ഉണ്ടായിരുന്നു. ചെറിയൊരു മഴ മൂടലുണ്ടെന്ന് തോന്നി. പക്ഷേ വെതർ നോക്കുമ്പോൾ ഇന്ന് മഴ പെയ്യില്ല എന്നാണ് കണ്ടത്. ആ ധൈര്യത്തിൽ ഞാൻ ടെറസിൽ കൊണ്ടുവന്നിട്ട് തുണിയെല്ലാം വിരിച്ചിട്ട്. ഭയങ്കര കൊടുങ്കാറ്റ് പോലത്തെ കാറ്റാണ് ഈ ടെറസിൽ വരുമ്പോഴത്തേക്കും. പിന്നെ തിരുവാതിര പ്രാക്ടീസ് 7 മണിക്കാണ്. ഇതിപ്പോൾ ഓൾറെഡി 6:45 6:50 55 ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ചടപടയെന്നും പറഞ്ഞ് ഇത് ചപ്പാത്തിക്ക് ഉള്ളിൽ ഈ ചിക്കനും വെജീസൊക്കെ ഓൾറെഡി വേവിച്ചത് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു. അതെല്ലാം കൂടെ വെച്ചിട്ട് വേഗം ഒരു റോളാക്കി കഴിച്ചിട്ട് പോകുന്നു. എനിക്ക് പ്രശ്നം കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. എനിക്ക് മൈഗ്രെയിൻ ആകും, എനിക്ക് ഫോക്കസ് കിട്ടില്ല, ഒന്നും ചെയ്യുന്നത് മൂടുണ്ടാവില്ല. അപ്പം വിശക്കാതിരിക്കുക എന്നുള്ളത് മാക്സിമം നോക്കാറുണ്ട്. ഇത് കാണേണ്ട വായ നിറയുന്നുണ്ടല്ലോ. കാരണം സമയം പോയി. എനിക്ക് 7 മണി എന്ന് പറഞ്ഞാൽ എനിക്ക് 7 മണിക്ക് എത്തുന്നതിനോടാണ് താല്പര്യം. അപ്പോൾ അതിനുവേണ്ടി കുത്തിക്കയറ്റാണ് പറയുന്നത്. പിന്നെ ഡാൻസ് പ്രാക്ടീസും തിരുവാതിര പ്രാക്ടീസും ഒക്കെ കഴിഞ്ഞിട്ട് ഇന്നത്തെ കുറച്ച് സ്റ്റെപ്സ് മീറ്റ് ചെയ്യാനുണ്ട്. അതും കൂടെ കഴിഞ്ഞിട്ട് ഇനി വീട്ടിലേക്ക് തിരിച്ച് കയറാമെന്നുള്ള രീതിയിൽ ഞാൻ നമ്മുടെ ഫ്ലാറ്റിന് ചുറ്റും ഇങ്ങനെ ഒരു 3-4 റൗണ്ട് നടന്നെന്ന് തോന്നുന്നു. ഭയങ്കര കാറ്റായിരുന്നു. തണുത്ത കാറ്റ് ചെവിയിലേക്ക് അടിക്കുമ്പോൾ എനിക്ക് ചെറിയൊരു പേടിയുണ്ട്, എനിക്ക് വല്ല പനിയും പിടിക്കുമെന്ന്. എനിക്ക് തണുത്ത കാറ്റ് കൊള്ളുമ്പം പനി പിടിക്കാറുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും വിശന്നു. അപ്പോൾ കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നതും ഒരു ചപ്പാത്തി ബാക്കി ഉണ്ടായിരുന്നതും കൂടെ ചൂടാക്കി ഞാൻ കഴിച്ച് യൂട്യൂബും കണ്ട് അങ്ങനെ ഇരുന്നു.